और एक बार परमेश्वर में देने वाला हर एक अच्छा अनुभव के लिए परमेश्वर को धन्यवाद देता हूँ। ദൈവസന്നിധി കടന്നു വരുവാൻ ദൈവം ഒരുക്കി തരുന്ന എല്ലാ നല്ല അവസരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. परमेश्वर भला है और उसकी करुणा सदा की है. ദൈവം നല്ലവനാണ്, അവന്റെ ദയ എന്നേക്കുമുള്ളതാകുന്നു. परमेश्वर के विश्वस्तता उस वफादारी को हर पल हमारे जिंदगियों में हमें अनुभव करने के लिए परमेश्वर में सहायता करते हैं. ദൈവത്തിന്റെ വിശ്വസ്തത ദിനം പ്രതി അനുഭവിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കുന്നല്ലോ. हालेलुया. परमेश्वर हमारे जिंदगी में जब तनाव मुश्किलें देता है वो गवाही की ओर बदल नहीं पाए. ജീവിതത്തിൽ വരുന്ന കഷ്ടങ്ങളും പ്രയാസങ്ങളും ഭാരങ്ങളും സാക്ഷ്യമായി മാറട്ടെ. हालेलुया. प्रेज लॉर्ड. पापा की जिंदगी में दिया हुआ वो अद्भुत गवाहियां मैं भी काफी जगह पर गवाही के तौर से कहता हूं, लेकिन मैं कहता हूं कि वो पापा के अंदर दिया हुआ विश्वास थोड़ा कठिन है, इसके लिए उसके अनुसार वो गवाहियां वे उनके जिंदगी में परमेश्वर देते हैं. ഞാനും പപ്പായുടെ ജീവിതത്തിലെ വിശ്വാസത്തിന്റെ അനുഭവങ്ങളും സാക്ഷ്യങ്ങളും ഒക്കെ ഞാനും പലയിടത്തും പറയുന്ന വ്യക്തിയാണ്. എന്നാൽ ഞാൻ അതിന് അവസാനം ഇങ്ങനെ പറയാറുണ്ട്, പപ്പായുടെ വിശ്വാസം എന്ന് പറയുന്നത് അതികഠിന വിശ്വാസമാണ്, അത് പപ്പായുടെ ഉള്ളിൽ ദൈവം കൊടുത്തിരിക്കുന്ന ഒരു ദർശനമാണെന്ന് പറയാറുണ്ട്. हालेलुया. मेडिसिन नहीं लेंगे बोलकर आप यदि विश्वास नहीं रखेंगे तो कुछ और हो जाएगा, फिर बाद में परमेश्वर के ऊपर दोष नहीं डालना. മരുന്ന് കഴിക്കത്തില്ല, രോഗശാന്തിയിൽ വിശ്വസിച്ചിട്ട് ആമേൻ നമുക്ക് ഉള്ളിൽ ശരിക്ക് വിശ്വാസമില്ലെങ്കിൽ അത് മറ്റെന്തെങ്കിലുമായി മാറും എന്ന് നമ്മൾ ഓർക്കണം. लेकिन परमेश्वर हमारे विश्वास को भी आदर करने वाला परमेश्वर है. എന്നാൽ നമ്മുടെ ചെറിയ വിശ്വാസത്തെ പോലും ദൈവം ആദരിക്കുന്ന ദൈവമാണ്. हम जब भी भरोसा परमेश्वर पर रखता है, परमेश्वर कभी भी हमारा हाथ नहीं छोड़ता है. നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുന്നുവെങ്കിൽ നിശ്ചയമായും ദൈവം നമ്മളെ ഉപേക്ഷിക്കുന്ന ദൈവമല്ല. वचन ये भी सिखाता है कि हमारे विश्वास यदि राई का दाना का उतना भी है तो भी परमेश्वर अद्भुत कार्यों को करने वाला परमेश्वर है. കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിലും ദൈവം നമ്മുടെ വിശ്വാസത്തെ ആദരിക്കുന്ന ദൈവമാണ്. हालेलुया. परमेश्वर के वचन से कुछ भागों को हम जल्दी से मनन करेंगे. एक लंबा संदेश था लेकिन समय मेरा आधा खत्म हो गया है, इसके लिए एक छोटा सा संदेश की ओर आज हम जल्दी से बढ़ेंगे. ഒരു വലിയ സന്ദേശമായിരുന്നു തയ്യാറാക്കിയിരുന്നത്, എന്നാൽ പകുതി സമയം കഴിഞ്ഞു പോയതുകൊണ്ട് പെട്ടെന്ന് ഒരു ചെറിയ ചിന്ത നിങ്ങളുമായി പങ്കുവയ്ക്കാം. लेकिन पवित्र आत्मा हमारे हृदयों से बातें करते रहने पाए. എന്നാൽ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കട്ടെ. हमें संदेश छोटा हो या बड़ा हो, लेकिन पवित्र आत्मा हमारे हृदयों को स्पर्श कर सकता है. സന്ദേശം വലുതായിരുന്നാലും ചെറുതായിരുന്നാലും പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെടും. कभी कभी एक शब्द काफी रहता है हमारे जिंदगी को बदलने के लिए. ചില സാഹചര്യങ്ങളിലോ ഒരു ശബ്ദം മതിയായിരിക്കും, അത് നമ്മളോട് വ്യക്തമായി ഇടപെടും. पिछले संडे एक बहन, उनके घर में काफी निराश हो गए थे. वे अकेला विश्वास में आए हुए एक बहन है, बहुत ही निराश होकर अब मुझे आगे मेरा जिंदगी नहीं बढ़ाना है बोलकर उतना निराश अवस्था में वो बहन होकर जा रहे थे. കഴിഞ്ഞ ഞായറാഴ്ച ഒരു സഹോദരി തന്റെ ജീവിതത്തിൽ വളരെ നിരാശപ്പെട്ട് വളരെ പ്രയാസപ്പെട്ട് ഇനി എനിക്ക് മുന്നോട്ട് എങ്ങനെ പോകുവാൻ കഴിയുമെന്നുള്ള ഒരു നിരാശയുടെ അനുഭവത്തിലായിരുന്നു. लेकिन उन्होंने उस संडे को चर्च में आने के लिए निर्णय ले लिया. എന്നാൽ അവൾ തീരുമാനിച്ചു, ഇന്ന് ഞാൻ ഞായറാഴ്ച ആരാധനയ്ക്ക് പോകും. चर्च में आया, बहुत निराश होकर आए थे, लेकिन आराधना के बीच में पवित्र आत्मा उन्हें स्पर्श किया और उसके बाद में वे कह रहे थे कि पता नहीं कि मेरा बोझ कहां पर हट गया, मेरा निराशा कहां पर गया, नहीं पवित्र आत्मा मुझे छू रहा था. അവൾ ഇങ്ങനെ പറയുവാനിടയായി തീർന്നു, ഞാൻ ആരാധനയ്ക്ക് വന്നിരുന്നപ്പോൾ ദൈവം എന്നോട് സംസാരിക്കുവാനിടയായി, എനിക്കിങ്ങനെ തോന്നുവാനിടയായി, അവിടെ പറയുന്നതെല്ലാം എന്നോടാണ് സംസാരിക്കുന്നതെന്ന് എനിക്ക് തോന്നി, എന്റെ നിരാശയും എന്റെ ഭാരവും അതുപോലെ ഇറങ്ങിപ്പോയി എന്ന് അവൾ പറയുവാനിടയായി. हालेलुया. वो घर जाकर हमें मैसेज करके बताते हैं कि पास आज का आराधना सच में मेरे लिए था करके मुझे ऐसा लगना शुरू हो गया, क्योंकि उतना अद्भुत कार्य मेरी जिंदगी में अनुभव कर रहा था. ആ സഹോദരി ഭവനത്തിൽ ചെന്ന് ഫോൺ ചെയ്ത് പറയുവാനിടയായി, ഇന്നത്തെ ആരാധനയിൽ എനിക്ക് വിടുതലിനുള്ള ദിവസമായിരുന്നു എന്നെനിക്ക് തോന്നുവാനിടയായി എന്ന് പറഞ്ഞ് താൻ ദൈവത്തെ മഹത്വപ്പെടുത്തി. यदि हम बोझ के साथ आए हैं तो पवित्र आत्मा हमें छू सकता है. നമ്മൾക്കുള്ളിൽ ഒരു ഭാരമുണ്ടെങ്കിൽ ദൈവം നമ്മെ നിശ്ചയമായും നമ്മെ സന്ദർശിക്കും. हमारे रवैया परमेश्वर देखता है, हम किस उद्देश्य के साथ परमेश्वर की उपस्थिति में बैठे हैं.
परमेश्वर में कभी भी खाली हाथ नहीं छोड़ता है। നമ്മളുടെ ഉള്ളിലെ ഹൃദയത്തിന്റെ ആഗ്രഹം ഉദ്ദേശം എല്ലാം ദൈവം വ്യക്തമായി നോക്കുന്നു. നമ്മളുടെ ആവശ്യത്തെ അറിഞ്ഞ് ദൈവം നമ്മളെ ഒരിക്കലും വെറുതെ വിടുകയില്ല. जल्दी से हमारे ध्यान भजन संहिता 67 उसके पहले आयत की ओर हमारे ध्यान हम लेकर आएंगे। भजन संहिता 67 उसके पहले आयत की ओर हमारे ध्यान हम लेकर आएंगे। സങ്കീർത്തനങ്ങൾ 67 ഒന്നാമത്തെ വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. ദൈവം നമ്മോട് കൃപ ചെയ്തു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അവൻ തന്റെ മുഖത്തെ നമ്മുടെ മേൽ പ്രകാശിപ്പിക്കുമാറാകട്ടെ. यहाँ पर एक भक्त परमेश्वर से 3 बिनती रख रहा है, 3 रिक्वेस्ट परमेश्वर के सामने वो रख रहा है। ഇവിടെ ഒരു ഭക്തനായ മനുഷ്യൻ തന്റെ 3 അപേക്ഷകൾ ദൈവസന്നിധിയിൽ വെക്കുകയാണ്. may God be gracious to us. खुदा तेरा अनुग्रह मेरे ऊपर होने पाए करके पहला रिक्वेस्ट परमेश्वर से वो रखता है। ഒന്നാമത്തെ തന്റെ അപേക്ഷ എന്ന് പറയുന്നത് ദൈവമേ ഞങ്ങളോട് കൃപ ചെയ്യണം. और दूसरा अपेक्षा ये है कि खुदा तेरा आशीष तेरा अनुग्रह मेरे ऊपर होने पाए। രണ്ടാമത്തെ തന്റെ അപേക്ഷ എന്ന് പറയുന്നത് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. और तीसरा अपेक्षा वो परमेश्वर के सामने रखता है कि खुदा तेरा मुख को प्रकाश चमकाए करके वो परमेश्वर से मांग रहा है। മൂന്നാമത്തെ തന്റെ അപേക്ഷ എന്ന് പറയുന്നത് അവൻ തന്റെ മുഖത്തെ നമ്മുടെ മേൽ പ്രകാശിപ്പിക്കുമാറാകട്ടെ. ये तीनों प्रार्थना विषय ये भक्त परमेश्वर के सामने मांग रहा है। ഈ 3 അപേക്ഷകൾ ആവശ്യങ്ങൾ താൻ ദൈവത്തോട് അറിയിക്കുകയാണ്. May God be gracious to us. കൃപയുണ്ടാകണം. May God bless us. അനുഗ്രഹം ഉണ്ടാകണം. And may God make his face shine upon us. तेरा मुंह का वो प्रकाश मेरे ओर छाने पाए करके वो भक्त परमेश्वर से मांग रहा है। മൂന്നാമത് ദൈവത്തിന്റെ മുഖം നമ്മുടെ മേൽ പ്രകാശിക്കണം. हालेलुया। हमारे प्रार्थनाओं में भी हम 3 विषयों को प्रार्थना करना बहुत जरूरी ഈ है। 3 കാര്യങ്ങൾ നമ്മളും പ്രാർത്ഥിക്കണം. लेकिन हम काफी बार पहले जिस बात को कहा गया अनुग्रह के लिए हम काफी बार परमेश्वर से शायद नहीं मांगते होंगे। നമ്മൾ പലപ്പോഴും മൂന്നാമത്തേതിൽ ഒന്നാമത്തെ കൃപയ്ക്ക് വേണ്ടി പലപ്പോഴും ചോദിക്കാറില്ല. लेकिन दूसरा जो प्रार्थना विषय है आशीष के लिए तो हम जरूर प्रार्थना करते हैं। എന്നാൽ രണ്ടാമത്തെ ആയ അനുഗ്രഹം എന്നുള്ളത് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. खुदा तू मुझे अनुग्रह कर, मेरे बच्चों को अनुग्रह कर, मेरे नौकरी को अनुग्रह कर। हम अनुग्रह के लिए हर एक बातों में हम परमेश्वर से प्रार्थना करते रहते हैं। എന്നെ അനുഗ്രഹിക്കണമേ, എന്റെ ഭവനം അനുഗ്രഹിക്കണമേ, എന്റെ ജോലി അനുഗ്രഹിക്കണമേ, എന്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. അനുഗ്രഹം എപ്പോഴും ചോദിക്കുന്ന പ്രാർത്ഥന. लेकिन एक सच्चाई को हम जानना जरूरी है कि हालेलुया अनुग्रह उसके परमेश्वर की वो महादया हमारे ऊपर होना बहुत जरूरी है। എന്നാൽ നമ്മൾക്ക് വാസ്തവത്തിൽ ദൈവത്തിന്റെ കൃപയാണ് നമ്മുടെ മേലിൽ അധികമായി ആവശ്യമായിരിക്കുന്നത്. अनुग्रह होने के बावजूद भी नाश की ओर जाने वाले काफी आशीष होने के बावजूद भी नाश की ओर जाने वाले काफी लोग हैं। ജീവിതത്തിൽ അനുഗ്രഹം ഉണ്ടായിട്ടും അതെല്ലാം നാശത്തിലേക്ക് പോകുന്ന ജീവിതാനുഭവമുള്ള ഒത്തിരി പേരെ നമ്മൾക്കറിയാം. लेकिन जिसके ऊपर परमेश्वर का ग्रेस है, परमेश्वर की अनुग्रह है, परमेश्वर हर एक समय उसे बचाता है, उसे छुड़ा कर चलाता है। എന്നാൽ ദൈവത്തിന്റെ കൃപ ഒരുവന്റെ മേളിൽ ഉണ്ടെങ്കിൽ ദൈവം അവനെ സൂക്ഷിക്കും, അവനെ വഴി നടത്തും, അവനെ ആമേൻ നന്നായി പരിപാലിക്കുവാനിടയാകും. इसके लिए पौलुस कहता है कि हमें यदि लगता है कि हम परमेश्वर में खड़े हैं तो ध्यान दे कि हम गिर ना जाए। അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് നിങ്ങൾക്ക് നിൽക്കുന്നു എന്ന് ഒരുവന് തോന്നുന്നെങ്കിൽ വീഴാതിരിക്കാൻ സൂക്ഷിക്കട്ടെ. उसका मतलब यदि हम खड़े हैं करके हमें लग रहा है तो गिरने का बहुत बड़ा चांस है। വചനം പറയുന്നത് നിങ്ങൾക്ക് നിൽക്കുന്നു എന്ന് തോന്നുന്നെങ്കിൽ വീഴാൻ വലിയ സാധ്യതയുണ്ട്. आपको समझ में आ रहा है? നിങ്ങൾ ശ്രദ്ധിക്കുന്നു. हालेलुया। हम खड़े हैं करके हमें लग रहा है तो गिरने का बहुत बड़ा चांस है। നിൽക്കുന്നെന്ന് തോന്നുന്നെങ്കിൽ വീഴാൻ സാധ്യതയുണ്ട്. इसके लिए हम परमेश्वर की कृपा मांगना जरूरी है। हमें परमेश्वर पर आश्रय रखना जरूरी है करके पौलुस हमें स्मरण दिलाता है। അതുകൊണ്ടാണ് പൗലോസ് നമ്മെ ഓർപ്പിക്കുന്നത് നിങ്ങൾക്ക് നിൽക്കുന്നുവെന്ന് ആർക്കെങ്കിലും തോന്നുന്നെങ്കിൽ വീഴാതിരിക്കാൻ കൃപ ചോദിക്കണം. हम यदि खड़े हैं तो परमेश्वर की कृपा है, वो जानना समझना और उसे अंगीकार करना बहुत जरूरी है। നാം ആയിരിക്കുന്നത് ദൈവത്തിന്റെ കൃപയാലാണെന്ന് മനസ്സിലാക്കി അംഗീകരിക്കുവാനിടയാകണം. अब उसी भजन संहिता के 7वें आयत भी हम जल्दी से पढ़ेंगे। അതേ സങ്കീർത്തനത്തിന്റെ 7-ാം വാക്യം ദൈവം നമ്മെ അനുഗ്രഹിക്കും,
ഭൂമിയുടെ അറുതികളൊക്കെയും അവനെ ഭയപ്പെടും. हालेलुया, परमेश्वर हमें अनुग्रह करेगा, हमें परमेश्वर में आशीष करेगा और पृथ्वी के उस छोर तक, पृथ्वी के उस अंत तक के सारे बातें आप पर भय के साथ रहेंगे. അവിടെ ദൈവം നമ്മെ അനുഗ്രഹിക്കും, എന്നാൽ ഭൂമിയുടെ അറുതികളൊക്കെയും അവനെ ഭയപ്പെടും എന്ന് വചനം പറയും. हालेलुया, वहां पर दूर दूर देश के सब लोग उसका भय मानेंगे करके वहां पर लिखा गया है. ഭൂമിയുടെ അറുതികളൊക്കെയും അവനെ ഭയപ്പെടുമെന്ന് വചനം പറയുന്നു. अरे, परमेश्वर में अनुग्रह करने में दूसरे लोग क्यों भय मानना है? ദൈവം നമ്മെ അനുഗ്രഹിക്കുമ്പോൾ മറ്റു ദേശക്കാർ എന്തിനാ ഭയപ്പെടുന്നത്? हालेलुया, परमेश्वर हमें अनुग्रह करने में वो लोग अनुग्रहित होना या खुश होना जरूरी है, उसके अंदर डर कहां से आना शुरू हो गया? ദൈവം അനുഗ്രഹിക്കുമ്പോൾ അവർ എന്തിനാ ഭയപ്പെടുന്നത്? അവർക്ക് സന്തോഷമല്ലേ ഉണ്ടാകുക? एक दो व्यक्तियों को जल्दी से यहाँ पर वचनों से दिखाकर मैं वचन को समाप्त करना चाहूंगा. ഒന്ന് രണ്ട് വ്യക്തികളുടെ ജീവിതാനുഭവങ്ങൾ പറഞ്ഞ് ഞാൻ വേഗത്തിൽ അവസാനിപ്പിക്കാം. उल्पत्ति की किताब उसके 35 अध्याय उसके दूसरे आयत से लेकर कुछ आयतों के और हमारे ध्यान हम लेकर आएंगे. उल्पत्ति की किताब उसके 35 अध्याय उसके दूसरे आयत से कुछ आयतों को हम जल्दी से ध्यान रखेंगे. ഉൽപ്പത്തി 35-ന്റെ 2 മുതലുള്ള വാക്യങ്ങൾ. അപ്പോൾ യാക്കോബ് തന്റെ കുടുംബത്തോടും കൂടെയുള്ള എല്ലാവരോടും, നിങ്ങളുടെ ഇടയിലുള്ള അന്യദേവന്മാരെ നീക്കിക്കളഞ്ഞ് നിങ്ങളെ ശുദ്ധീകരിച്ച് വസ്ത്രം മാറുവിൻ. നാം പുറപ്പെട്ട് ബഥേലിലേക്ക് പോക. എന്റെ കഷ്ടകാലത്തിന്റെ പ്രാർത്ഥന കേൾക്കുകയും ഞാൻ പോയ വഴിയിൽ എന്നോട് കൂടെ ഇരിക്കുകയും ചെയ്ത ദൈവത്തിന് ഞാൻ അവിടെ ഒരു യാഗപീഠം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ തങ്ങളുടെ പക്കലുള്ള അന്യദേവന്മാരെയൊക്കെയും കാതുകളിലെ കുണുക്കുകളും യാക്കോബിന്റെ പക്കൽ കൊടുത്തു. യാക്കോബ് അവയെ ശെഖേമിനരികെയുള്ള കരിവേലകത്തിൻ കീഴിൽ കുഴിച്ചിട്ടു. പിന്നെ അവർ യാത്ര പുറപ്പെട്ടു. അവരുടെ ചുറ്റുമിരുന്ന പട്ടണങ്ങളുടെ മേൽ ദൈവത്തിന്റെ ഭീതി വീണതുകൊണ്ട് യാക്കോബിന്റെ പുത്രന്മാരെ ആരും പിന്തുടർന്നില്ല. हालेलुया, प्रेज़ द लॉर्ड. यहाँ पर याकूब और उसके संतान जब यात्रा कर रहा है, यात्रा के बीच में परमेश्वर की आलोचना होने के कारण याकूब अब कुछ निर्णयों को ले रहा है. അവിടെ യാക്കോബും തന്റെ കുടുംബവുമായി തങ്ങൾ യാത്ര തിരിക്കുവാൻ തുടങ്ങുമ്പോൾ അവൻ ദൈവത്തിന്റെ ഒരു പ്രത്യേക അരുളപ്പാടുണ്ടായത് നിമിത്തം, ആലോചന നിമിത്തം യാക്കോബ് ചിലത് ചെയ്യുകയാണ്. यहाँ पर दूसरे आयत में बताया गया है कि गेट रिड ऑफ ऑल फॉरेन गॉड्स यू हैव विथ यू करके बताया है. हर एक अन्य देवी देवताओं को यहाँ पर छोड़कर आगे जाना है करके याकूब से परमेश्वर कहता है. ദൈവം യാക്കോബിനോട് പറയുകയാണ്, നിങ്ങളുടെ ഇടയിലുള്ള എല്ലാ അന്യദേവന്മാരെയും നിങ്ങൾ ഇവിടെ നിന്ന് നീക്കി കളയണം. हालेलुया, और जो कुछ भी दफनाना है उसे दफना कर आपकी यात्रा को आगे की ओर बढ़ाओ. കുഴിച്ചിടേണ്ടതിനെ കുഴിച്ചിട്ടിട്ട് യാത്ര തിരിക്കണം. हालेलुया, दफनाने के बाद में दोबारा लेने का अवसर ना होने पाए, उसे ऐसे दफना दो ताकि बाद में कभी भी हम मुड़ कर भी ना देखें. അതിനെ കുഴിച്ചിടുമ്പോൾ വീണ്ടും കുഴിച്ച് തിരിച്ചെടുക്കുന്ന രീതിയിലല്ല, ഇനി ഒരിക്കലും അതിനെ ഓർക്കാൻ പോലും ഇടപെടാത്ത രീതിയിൽ കുഴിച്ചിടണം. हम भी जब कुछ प्रचार सुनते हैं, हमारे अंदर इतना आत्मिक उत्साह हो जाता है कि हम निर्णय लेते हैं कि अब कभी भी हम वो पाप नहीं करेंगे. നമ്മളും ഇങ്ങനെയാണ് ഒരു പ്രസംഗമൊക്കെ കേൾക്കുമ്പോൾ വരുന്ന വലിയ ഉത്സാഹത്തിൽ നമ്മൾ തീരുമാനമെടുക്കും, ഇന്ന കാര്യം ഇനി ഞാൻ ചെയ്യത്തില്ല. हालेलुया, अब मैं झूठ नहीं बोलूंगा, अब मैं क्रोधित नहीं होऊंगा, अब मैं फलाना कार्य नहीं करूंगा. निर्णय लेकर हम चर्च से घर जाते हैं. ഇനി ഞാൻ കള്ളം പറയത്തില്ല, ഇനി ഞാൻ കോപിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തീരുമാനത്തോടെ ആലയത്തിൽ നിന്ന് പോകും. हालेलुया, और जब प्रभु बोझ का सेवकाई के समय है, तभी भी बड़े समर्पण के साथ हम बातों को परमेश्वर के सामने रखते कि खुदा इस बार तो गलती हो गया, अब मैं कभी भी इसको नहीं दोहराऊंगा बोलकर तब हम बड़े निर्णयों को लेते हैं. കർത്തൃമേശയുള്ള ഞായറാഴ്ച വളരെ തീരുമാനങ്ങൾ എടുക്കും. ദൈവമേ, ഒന്ന് വന്നുപോയി, ഇനി ഞാൻ ചെയ്യത്തില്ല, എന്നോട് ക്ഷമിക്കണമെന്നൊക്കെ പറഞ്ഞ് വലിയ തീരുമാനങ്ങൾ എടുക്കും. लेकिन घर जाकर जो हमने दफना के रखा था उसको ही हम वापस ले लेते हैं. घर जाकर पुराना क्रोध का स्वभाव, पुराना सारे स्वभाव आ जाता है. എന്നാൽ ഭവനത്തിൽ തിരിച്ചു ചെല്ലുമ്പോൾ നമ്മൾ കുഴിച്ചിട്ടേച്ച് പോകുന്നതിനെ ആമേൻ തിരിച്ചു കുഴിച്ചെടുത്തിട്ട് അതേ സ്വഭാവങ്ങളും കോപവും ക്രോധവും എല്ലാം പിന്നെയും ജീവിതത്തിൽ കാണും. हालेलुया, लेकिन यहाँ पर याकूब अपने बच्चों से जब कहता है तब उसे कहता है कि सिंदूर वृक्ष के नीचे उसे दफनाने के लिए, गाड़ने के लिए कहता है. എന്നാൽ അവിടെ യാക്കോബ് തന്റെ മക്കളോട് പറയുന്നത് അതിനെ കരിവേലകത്തിന്റെ കീഴിൽ കുഴിച്ചിടണമെന്നാ. हालेलुया, सिंदूर वृक्ष के एक खासियत यह है कि उसका जड़ जो है वो यहाँ वहां बन के पूरा झुलझ के
करके इसका ये जो जड़ फैलता है। ഈ കരുവേലകത്തിന്റെ വൃക്ഷത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അതിന്റെ വേരെന്ന് പറയുന്നത് വളരെയധികമായിട്ട് വളഞ്ഞു പൊളഞ്ഞു കിടക്കുന്ന കൂടിപ്പിണഞ്ഞു കിടക്കുന്ന രീതിയിലുള്ള അതിന്റെ വേരുണ്ട്. एक बार उसके नीचे कुछ दफना दिया, फिर कभी भी उसके नीचे से हम कभी भी बाहर निकाल नहीं पाएंगे. ആ കരുവേലക വൃക്ഷത്തിന്റെ കീഴിൽ എന്തെങ്കിലും കുഴിച്ചിട്ടാൽ ഒരിക്കലും അത് പിന്നെ തിരിച്ചെടുക്കാമെന്ന് പ്രതീക്ഷിക്കരുത്. बहुत कोशिश करेगा, पेड़ गिरेगा, लेकिन उसके अंदर से निकालना बड़ा मुश्किल हो जाएगा. അഥവാ ഇനി നിങ്ങൾ ശ്രമിച്ചാലും മരം വീണു പോകുമെന്നല്ലാതെ സാധനം കിട്ടത്തില്ല. हालेलुया. इसके लिए कहता है कि वैसा वृक्ष के नीचे, उस सिंदूर वृक्ष के नीचे उसे दफनाने के लिए कहता है. അതുകൊണ്ടാണ് യാക്കോബ് പറയുന്നത് കരുവേലകത്തിന്റെ കീഴിൽ തന്നെ അങ്ങ് കുഴിച്ചിട്ടേരെ. हम तो 1 फीट नीचे तक भी उसे डुबाकर नहीं दफनाते हैं. നമ്മൾ കുഴിച്ചിടുന്നതെന്ന് പറഞ്ഞാൽ ഒരടി താഴ്ച പോലും ഇല്ലാത്ത കുഴിച്ചിടലാണ്. हालेलुया. बाइबल में एक व्यक्ति के बारे में बताया गया है जिन्होंने गाड़ कर बाद में उसके बारे में सोचने वाला एक व्यक्ति के बारे में बताते हैं. ബൈബിളിൽ മറ്റൊരു വ്യക്തി പരിചയമുണ്ട്. ആ വ്യക്തിയും ഒരിക്കൽ കുഴിച്ചിടുവാനിടയായി. പക്ഷെ താൻ കുഴിച്ചിട്ടത് അത് ശരിയായ കുഴിച്ചിടലായിരുന്നില്ല. हालेलुया. आखान नाम का एक व्यक्ति के बारे में हम पढ़ते हैं. ആഖാൻ എന്ന ഒരു വ്യക്തിയെ കുറിച്ച് നമ്മൾക്കറിയാം. परमेश्वर ने मना किया कि जब शत्रुओं के पास जाएंगे वहां से कुछ भी चीजें लेकर नहीं आना करके कहा. लेकिन आखान जब देखा तो सबसे महंगा चीजों को उसका आंखों ने आकर्षित कर दिया और कुछ चीजों ने उसने उठाकर अपने पॉकेट में डाला, अपने बैग में डाला, कुछ अपने वस्त्र के नीचे छुपा दिया और धीरे से आराम से लेकर आकर वो अपने घर के उस जमीन के नीचे उस चीजों को दफना कर रख रहा है. ആഖാൻ എന്ന വ്യക്തിയോട് അവരോട് ദൈവം അരുളി ചെയ്തിരുന്നു, നിങ്ങൾ ശത്രുപാളയം കൊള്ളയിടുമ്പോൾ യാതൊരു തരത്തിലുള്ള വെള്ളിയോ പൊന്നോ ഒന്നും കൊണ്ടുവരരുതെന്ന് പറഞ്ഞിട്ടും പോയി കണ്ടപ്പോൾ ആകർഷിക്കപ്പെട്ടതിനെ എല്ലാം എടുത്ത് തന്റെ ബാഗിലും പോക്കറ്റിലും ഒക്കെ ഇട്ട് കൊണ്ടുവന്ന് തന്റെ കൂടാരത്തിൽ കുഴി കുഴിച്ച് താൻ അവിടെ അതിനെ ഒളിപ്പിച്ചു വെച്ചു. और चीजों को उठाने के विषय में आखान का उतना एक्सपर्ट कोई और शायद नहीं है. ഈ സാധനം കട്ടെടുക്കുന്നതിൽ ആഖാന്റെ അത്രയും വലിയ മിടുക്കൻ വേറെ ആരും കാണത്തില്ല. क्योंकि उसने जो चीजें पॉकेट में डाला या बैग में डाला या वस्त्र के नीचे छुपाया, साथ में हजारों सेना जा रहा है, किसी ने भी नहीं देखा कि इसने ये सब कुछ छुपा के रखा है करके. ഈ ആഖാന്റെ കൂടെ പോയിരിക്കുന്ന ആയിരക്കണക്കിന് ആളുകളുണ്ട്. ഇവൻ ഈ കള്ളത്തരം കാണിച്ച് ഈ സാധനങ്ങളെല്ലാം എടുത്ത് ഒളിപ്പിച്ചു വെച്ചത് ഇവർ ആരും അറിഞ്ഞില്ലെന്നുള്ളതാണ്. हालेलुया. लेकिन पवित्र आत्मा ने देख लिया ये क्या क्या किया है. എന്നാൽ പരിശുദ്ധാത്മാവ് കണ്ടു ഇവൻ എന്തൊക്കെയായി കാട്ടിയത്. हालेलुया. हम कितना भी एक्सपर्ट हो, लेकिन परमेश्वर की नजरों से कोई भी बातें छुपाए नहीं जा सकता है. എത്ര വലിയ മിടുക്കനാണെന്ന് പറഞ്ഞാലും നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യവും പരിശുദ്ധാത്മാവിന് കാണാതിരിക്കുന്നില്ല. हालेलुया. प्रेज लॉर्ड. आगे भी वे युद्ध लड़ने के लिए गया, लेकिन जो भी युद्ध लड़ने के लिए वे जाते हैं हर एक युद्ध में वे पराजित होते जा रहा है. അവർ വീണ്ടും യുദ്ധത്തിന് പോയി. എന്നാൽ പോയ യുദ്ധത്തിൽ അവർ പരാജയപ്പെടുവാനിടയായി. निराश होते हुए योशुआ आकर परमेश्वर से प्रार्थना कर रहा है कि खुदा तू क्यों हमारे साथ युद्ध लड़ने के लिए नहीं आता है, हम एक एक युद्ध में पराजित होते जा रहा है. യോശുവ ദൈവത്തോട് വന്ന് നിരാശനായി നിലവിളിക്കുകയാണ്, ദൈവമേ നീ ഞങ്ങളോട് കൂടെ എന്തുകൊണ്ട് പോരുന്നില്ല, ഞങ്ങൾ യുദ്ധത്തിൽ എന്തുകൊണ്ട് പരാജയപ്പെടുന്നു. परमेश्वर कहता है कि अपने लोगों को आप शुद्धिकरण के लिए तैयार करो, पवित्रता के लिए तैयार करो. हालेलुया. जब उस विषय के लिए बुलाकर तैयार कर रहा है तब पता चल रहा है कि आखान नाम का व्यक्ति ने कुछ गलती करके रखा है. അവരെ വിളിച്ചു കൂട്ടി ശുദ്ധീകരണത്തിനായി കൂടി വന്നപ്പോഴാണ് മനസ്സിലാകുന്നത് ആഖാൻ ചിലത് തെറ്റ് ചെയ്തിട്ടുണ്ട്. हालेलुया. पूछा कि कहां पर रखा है, बोला कि मैंने तो दफना के रखा है. हालेलुया. सब माहौल ठीक होने के बाद में, माहौल सब ठंडा होने के बाद में इसे निकालने के लिए मैंने दबा के रखा है. ആഖാനോട് ചോദിച്ചു, നീ എവിടെ ഇത് കൊണ്ട് പാത്ത് വെച്ചിരിക്കുന്ന കുഴിച്ചിട്ടിരിക്കുന്ന? ആഖാൻ പറഞ്ഞു, ഞാനത് കുഴിച്ചിട്ടിട്ടുണ്ട്, ഇനി എല്ലാ സാഹചര്യങ്ങളൊക്കെ ഒന്ന് ശരിയാകുമ്പോൾ ഇത് തിരിച്ചെടുക്കാനാ കുഴിച്ചിട്ടത്. हालेलुया. हम भी सब छुपा के रखते हैं, जब मौका आता है हम बाहर निकालते हैं. നമ്മുടെ കുഴിച്ചിടലും ഇത് തന്നെയാണ്. സാഹചര്യം വരുമ്പോൾ കുഴിച്ചിട്ടത് ഇങ്ങ് എടുക്കും. तब तक किसी को पता भी नहीं चलेगा कि क्या हो रहा था. അന്ന് വരെ ആർക്കും ഒന്നും മനസ്സിലാകത്തില്ല എന്താ നടക്കുന്നത്. हालेलुया. लेकिन परमेश्वर की नजरों से कैसे छुपाया जा सकता है? ദൈവത്തിന്റെ ദൃഷ്ടിയിൽ എങ്ങനെ മറച്ചു വെക്കാൻ കഴിയും? वहां पर लिखा गया है कि आखान और उसके परिवार, उसके पूरे
प्रेज़ लॉर्ड वो जनरेशन को लेकर आकर परमेश्वर खत्म कर रहा है। ആഖാനെയും തന്റെ കുടുംബത്തെയും തന്റെ തലമുറകളെയും ദൈവം നശിപ്പിക്കുവാനിടയായി. क्योंकि एक व्यक्ति का गलती पूरा सेना पूरा राज्य पराजय के अनुभव से होकर जाना पड़ रहा है। ഒരുവന്റെ തെറ്റ് നിമിത്തം ഒരു ദേശം മുഴുവനും അതിന്റേതായ പരാജയത്തിലേക്ക് നയിക്കപ്പെട്ടു. हमने दबा के रखा है तो कभी ना कभी तो ये बाहर आने वाला है। നമ്മൾ കുഴിച്ചിട്ടത് ആമേ പല സാഹചര്യങ്ങളിലായി തിരിച്ചു വരുന്നുണ്ട്. लेकिन भला है कि उस सिंदूर वृक्ष के समान हम दबा दे ताकि वो कभी भी बाहर भी ना आ जाए। എന്നാൽ നന്നായിട്ട് കരുവേലകത്തിന്റെ കീഴിൽ അവർ കുഴിച്ചിട്ടതുപോലെ കുഴിച്ചിടണം. കാരണം തിരിച്ചിതിനി ഒരിക്കലും एक എടുക്കരുത്. व्यक्ति जब मसीह में आता है वो व्यक्ति नया बन जाता है, फिर पुराना कोई भी बातें उसके ऊपर हक नहीं है, वो हम जानना बहुत जरूरी है। ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയതെല്ലാം കഴിഞ്ഞുപോയി എന്നുള്ള സത്യം നമ്മൾ അറിയണം. यहाँ पर बताया गया है कि हालेलुया 3 चीजें हो रहा है। एक जो भी दफनाना है उसे दफनाता है, और फिर अपने बच्चों को सब बुलाकर एक शुद्धिकरण का एक समय वहां पर हो रहा है, और फिर कहता है कि अपने वस्त्रों को तुम बदल दो। അവിടെ അവർ കുഴിച്ചിടേണ്ടതിനെ കുഴിച്ചിടുന്നു. അവർ എല്ലാവരെയും വിളിച്ച് ശുദ്ധീകരിച്ച് അവരുടെ വസ്ത്രം മാറി എന്ന് 3 കാര്യങ്ങൾ അവർ അവിടെ ചെയ്തു. दूसरे आयत में इस बातों को बताया है, बाद में आप आराम से उस बातों को पढ़ लेना। രണ്ടാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ പിന്നീട് വായിക്കാം. हालेलुया वहां पर बताया है प्यूरिफाई योरसेल्फ, चेंज योर क्लोथ्स, प्रेज़ लॉर्ड, और उस देवी देवताओं को उस वृक्ष के नीचे तुम गाड़ दो। ദേവന്മാരെ നീക്കി കളയണം, നിങ്ങളെ ശുദ്ധീകരിക്കണം, വസ്ത്രം മാറണം. ഈ 3 കാര്യങ്ങൾ ये പറഞ്ഞു. तीनों चीज जब किया, फिर 5वीं आयत में हम देखते हैं, पढ़ेंगे उस 5वीं आयत को। ഇത് മൂന്നും ചെയ്തതിനു ശേഷം 5ാം വാക്യത്തിൽ ഒരു കാര്യം നടക്കുന്നുണ്ട്. അവർ യാത്ര പുറപ്പെട്ടു, അവരുടെ ചുറ്റുമിരുന്ന പട്ടണങ്ങളുടെ മേൽ ദൈവത്തിന്റെ ഭീതി വീണു. उनके चारों ओर के शहरपनाहों में परमेश्वर का भय छा गया करके वहां पर बताया गया है। അവരുടെ ചുറ്റുമുള്ള പട്ടണങ്ങളുടെ മേൽ ദൈവത്തിന്റെ ഭീതി വന്നു എന്ന് നമ്മൾ വായിക്കുന്നു. हम जब परमेश्वर कहता है वैसा करने के लिए जब तैयार होता है, शत्रुओं के बीच में परमेश्वर का भय होना शुरू हो जाता है। നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു കഴിയുമ്പോൾ ശത്രുപാളയത്തിനകത്ത് നമ്മുടെ മേളിലുള്ള ഭയം ഉണ്ടാകും. हालेलुया। लेकिन आजकल हम दूसरों को डर डर के जी रहा है। എന്നാൽ ഇന്നത്തെ കാലത്ത് നമ്മൾ മറ്റുള്ളവരെ ഭയന്ന് ജീവിക്കുക. आजकल अनुग्रह भी हमारे लिए डर का कारण बन गया है। ഇന്നത്തെ കാലത്ത് അനുഗ്രഹവും പേടിയാ. मेरा एक दोस्त एक पासवान ऐसा कह रहा था। എന്റെ ഒരു കൂട്ടുകാരൻ ഒരു പാസ്റ്റർ ഇങ്ങനെ പറഞ്ഞു. वो कह रहा था कि पहले के समयों में हालेलुया पार्सनेज में रहते थे, और पार्सनेज भी ऐसा था जहां पर एक सही से एक दरवाजा नहीं था, सही से कुंडी लगाकर भी सो नहीं सकता था। ആ ദേവദാസൻ പറഞ്ഞു, പണ്ട് പാഴ്സനേജിലായിരുന്നു താമസിക്കുന്നത്, അതിന് ശരിക്കൊരു വാതിലോ ഒരു കുറ്റിയോ ഒന്നുമില്ലായിരുന്നു. हालेलुया। किसी ने यदि थोड़ा सा धक्का भी दिया तो दरवाजा टूट जाएगा। ഒന്ന് തട്ടിയാൽ തുറക്കുന്ന വാതിലായിരുന്നു. लेकिन परमेश्वर के दास कह रहा था कि उस समयों में तो हम बड़े आराम से सोता था, कोई टेंशन नहीं था। എന്നാൽ താൻ പറയുകയായിരുന്നു, അന്ന് കാലത്ത് യാതൊരു പേടിയും ഇല്ലായിരുന്നു, സുഖമായിട്ട് കിടന്നുറങ്ങുമായിരുന്നു. लेकिन आज परमेश्वर ने अनुग्रह किया। എന്നാൽ ഇന്ന് ദൈവം അനുഗ്രഹിച്ചു. पार्सनेज से अपना खुद का मकान में आ गया। പാഴ്സനേജ് വിട്ട് സ്വന്തം ഭവനത്തിൽ വന്നു. 3 मंजिल का बहुत बड़ा एक मकान है। 3 നിലയുള്ള വലിയ വീടാണ്. वो कह रहा था कि गोदरेज का लॉक काफी नहीं था, इसके लिए कोरियन से कुछ नया लॉक लेकर आकर दरवाजा में लगाया है। താൻ പറഞ്ഞു, ഗോദ്രേജിന്റെ ലോക്കിനേക്കാളും നല്ലത് കൊറിയൻ ലോക്കാണെന്നും പറഞ്ഞ് അത് കൊണ്ടുവന്ന് വാതിലിനിട്ടിരിക്കുക. और फिर पूरा घर के चारों ओर सीसीटीवी कैमरा लगाया है। വീടിന്റെ 4 ചുറ്റിലും CCTV ക്യാമറയുണ്ട്. कितना कमरा है उतना कमरे के अनुसार भी सीसीटीवी कैमरा लगा के रखा है। എല്ലാ മുറിക്കനുസരിച്ചും ക്യാമറ വെച്ചിട്ടുണ്ട്. फिर भी रात को जब सोने के लिए जाता है, दरवाजा 2-3 बार और खींच के देखता है कि सही से बंद हुआ है कि नहीं। എങ്കിലും ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് വാതിൽ 2-3 പ്രാവശ്യം പിടിച്ചു വലിച്ചു നോക്കുമെങ്കിൽ ശരിക്കും അടഞ്ഞിട്ടുണ്ട്. और रात को जब उठते हैं तभी भी जाके कैमरा में देखते हैं कोई बाहर खड़ा है क्या नहीं। രാത്രി എപ്പോഴെങ്കിലും ഉണർന്നാലും ഓടിപ്പോയി ക്യാമറയ്ക്കകത്ത് നോക്കും, ആരെങ്കിലും വെളിയിൽ നിൽപ്പോ. अरे परमेश्वर ने अनुग्रह किया, वो हमारे लिए डर का कारण बन गया। ദൈവം അനുഗ്രഹിച്ചത് ഇപ്പം ഭയത്തിന് കാരണമായി. हालेलुया। सच में जब परमेश्वर में अनुग्रह करता है, दूसरों के अंदर डर होना चाहिए। ദൈവം നമ്മെ അനുഗ്രഹിക്കുമ്പോൾ ശത്രുവിനാണ് ഭയം ഉണ്ടാകേണ്ടത്. लेकिन आजकल उल्टा हो रहा है, हम अनुग्रह पाए और हमें खुद को डर है कि कोई आएगा, अटैक करेगा, क्या होने वाला है, मेरा पैसा, सब कुछ डर डर के जिंदगी हम बिता रहे हैं। എന്നാൽ ഇന്ന് അനുഗ്രഹം
അനുഗ്രഹത്തിന്മേൽ അനുഗ്രഹം പ്രാപിച്ചപ്പോൾ നമ്മൾ ഭയന്നിരിക്കുക, ആരെങ്കിലും വരുമോ, എന്റെ പണം പോകുമോ, എന്റെ അനുഗ്രഹം പോകുമോ, പേടിച്ചരണ്ടിരിക്കുക. आपको समझ में आ रहा है? നിങ്ങൾക്ക് അത് മനസ്സിലാകുന്നുണ്ടോ? समझ में आ रहा है? മനസ്സിലാകുന്നു. हालेलुया। एक और व्यक्ति को जल्दी से बताकर मैं वहां पर समाप्त करता हूँ। ഒരു വ്യക്തിയെ കൂടെ പറഞ്ഞിട്ട് ഞാൻ വേഗത്തിൽ दूसरा इतिहास उसके 17th chapter, सेकंड क्रॉनिकल्स chapter 17 verses 3 and 4 जल्दी से हम देखेंगे। दूसरा इतिहास उसके 17वें अध्याय उसके 3 और 4 आयतों को हम देखेंगे। 2 ദിനവൃത്താന്തം 17ന്റെ 3-4 വാക്യങ്ങൾ. യഹോശഫാത്ത് തന്റെ പിതാവായ ദാവീദിന്റെ ആദ്യത്തെ വഴികളിൽ നടക്കുകയും ബാൽ വിഗ്രഹങ്ങളെ ആശ്രയിക്കാതെ തന്റെ പിതാവിന്റെ ദൈവത്തെ അന്വേഷിക്കുകയും ഇസ്രായേലിന്റെ ആചാരപ്രകാരം നടക്കാതെ ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിച്ച് നടക്കുകയും ചെയ്തതുകൊണ്ട് യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു. और 9 और 10 आयत को भी हम देखेंगे। 9-10 വാക്യങ്ങൾ. അവർ യഹൂദയിൽ ഉപദേശിച്ചു, യഹോവയുടെ ന്യായപ്രമാണ പുസ്തകവും അവരുടെ കയ്യിലുണ്ടായിരുന്നു. അവർ യഹൂദ നഗരങ്ങളൊക്കെയും സഞ്ചരിച്ച് ജനത്തെ ഉപദേശിച്ചു. യഹോവയെങ്കിൽ നിന്ന് ഒരു ഭീതി യഹൂദയ്ക്ക് ചുറ്റുമുള്ള ദേശങ്ങളിലെ സകല രാജ്യങ്ങളിന്മേലും വീണിരുന്നത് കൊണ്ട് അവർ യഹോശഫാത്തിനോട് യുദ്ധം ചെയ്തില്ല. हालेलुया। यहोशाफात के बारे में बताया गया है कि उसने अपने पिताओं के मार्ग में, दाऊद के मार्ग में वो चलने के लिए निर्णय ले लिया। അവിടെ യഹോശഫാത്തിനെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്, തന്റെ ആദ്യ പിതാക്കന്മാരുടെയും ദാവീദിന്റെയും വഴികളിൽ താൻ നടന്നു. हमें स्वर्गीय परमेश्वर की राहों में चलने के लिए हमें took an initiative to walk with God। परमेश्वर की राहों में चलने के लिए वो निर्णय ले रहा है। യഹോവയുടെ വഴികളിൽ നടക്കുവാൻ, യഹോവയുടെ न्यायप्रमाण अनुसरिക്കുവാൻ താൻ और തീരുമാനിച്ചു. 9 और 10 आयतों में हमने पढ़ा कि परमेश्वर की कल्पनाओं को मानने के लिए, टू ओबे द कमांडमेंट ऑफ द लॉर्ड, वो निर्णय ले रहा है। 9-10 വാക്യങ്ങളിൽ യഹോവയുടെ ന്യായപ്രമാണവും കൽപ്പനകളും ആചരിപ്പാനും അനുസരിപ്പാനും ഒരു തീരുമാനമുണ്ടായി. एक चलने के लिए, दूसरा ओबे करने के लिए वो तैयार हो रहा है। ഒന്ന് താൻ നടക്കുവാൻ അനുസരിക്കുവാൻ തീരുമാനിച്ചു. हालेलुया। 2 कार्य जब करने के लिए तैयार हो गया, 10वीं आयत में हम पढ़ते हैं कि उसके चारों ओर के जो शत्रु राज्य है उनके अंदर परमेश्वर का भय यहोशाफात के बारे में उनके अंदर हो रहा है। ഈ രണ്ട് കാര്യങ്ങൾ, ഒന്ന് ദൈവത്തിന്റെ വഴിയിൽ നടക്കുവാനും 2 ദൈവകൽപ്പനകളെ അനുസരിപ്പാനും തീരുമാനമെടുത്തപ്പോൾ 10ാം വാക്യം പറയുകയാണ്, ചുറ്റുമുള്ളവരുടെ മേൽ യഹോവയുടെ ഭീതി വീണു. हालेलुया। यहोशाफात के समय में फिर कभी भी कोई भी युद्ध लड़ने के लिए भी नहीं आ रहा है। യഹോശഫാത്തിന്റെ കാലത്തൊന്നും അവരോട് യുദ്ധം ചെയ്യുവാൻ ആരും വന്നില്ല. परमेश्वर के साथ चलने के लिए, उसकी आज्ञाओं को मानने के लिए तैयार है, तो शत्रुओं के अंदर परमेश्वर के प्रति और आपके प्रति भय होना शुरू हो जाएगा। ദൈവത്തിന്റെ വഴികളിൽ നടക്കുവാൻ നമ്മൾ ഒരു തീരുമാനമെടുത്തെങ്കിൽ നമ്മളെയും ശത്രു ഭയപ്പെടും. ദൈവത്തിന്റെ ഭയവും അവരുടെ ഉള്ളിലുണ്ടാകും. उत्पत्ति की किताब में हमने पढ़ा कि जो दफनाना है उसे दफनाना है, और जो शुद्ध करना है उसे शुद्ध करना है, जो बदलना है उसे बदलना है। और फिर जब यात्रा करते हैं, परमेश्वर का भय चारों ओर होने वाला है। ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിച്ചു, കുഴിച്ചിടേണ്ടതിനെ കുഴിച്ചിട്ട് ശുദ്ധീകരിക്കപ്പെട്ട മാറേണ്ടത് മാറിക്കഴിയുമ്പോൾ ശത്രുവിനിടയിൽ ഭയമുണ്ടാകും. और भी काफी लोगों के बारे में बताया, लेकिन एक व्यक्ति के बारे में बताकर खत्म करूंगा। पौलुस और शिलास के बारे में हम जानते हैं। അനേക വ്യക്തികളുടെ കാര്യമുണ്ടെങ്കിലും ഒരാളുടെ കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. പൗലോസിനെ ശീലാസിനെ നമ്മൾക്കറിയാം. पौलुस और शिलास को कारागृह में डाला, അവരെ ജയിലിൽ അടച്ചു. हालेलुया। कारागृह में बैठकर वो जेलर को गाली नहीं दे रहा है, पुलिस वाले को गाली नहीं दे रहा है, कोर्ट किसी को भी वो गाली देने के लिए तैयार नहीं है। അവര് ജയിലിൽ കിടന്ന് അവിടെ ജയിലിന്റെ ജയിലർ ആയിരിക്കുന്ന വ്യക്തിയെയോ അവിടെയുള്ള പോലീസുകാരെയോ മറ്റ് ആരെയും തങ്ങൾ യാതൊരു മോശമായ വാക്കുകളും പറയുന്നില്ല. बल्कि वो वहां पर बैठकर उसके हाथों में पैरों में जंजीर लगाया है, वो तो प्रार्थना करे कि खुदा इस जंजीरों के लिए हम धन्यवाद देते हैं, हम जेल में आए इसके लिए धन्यवाद देते हैं। धन्यवाद का शब्द एक एक करके बोलना शुरू हो गया। അവരവിടെ ഇന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തുടങ്ങി. കർത്താവേ, ഞങ്ങൾക്ക് തന്ന ഈ ജയിലിന്റെ അനുഭവത്തിനായി സ്തോത്രം, ഈ ചങ്ങലയ്ക്കായി സ്തോത്രം, എല്ലാറ്റിനും അവര് ദൈവത്തിന് നന്ദി പറയാൻ തുടങ്ങി. बोलते बोलते वो ताली बजाकर परमेश्वर को धन्यवाद करना शुरू किया।
അവര് പ്രാർത്ഥിച്ചും നന്ദി പറഞ്ഞും കൈയടിച്ച് ദൈവത്തെ ആരാധിക്കുക. ताली बजाते बजाते हाथ में जंजीर है, जंजीर आपस में मिलना शुरू हो गया. അവർ കൈയടിച്ച് അവരുടെ ചങ്ങലകൾ തമ്മിൽ കൂട്ടിമുട്ടി. ये जो जंजीरें साथ में जब मिला तो एक अच्छा ऑर्केस्ट्रा जैसा एक नया ट्यून के साथ आवाज आना शुरू हो गया. അവർ ചങ്ങലകൾ തമ്മിൽ അടിച്ച് അവർ നല്ല മ്യൂസിക് വരുന്നത് പോലെ ദൈവത്തെ ആരാധിക്കുക. हालेलुया. जैसे ही वहां पर ताली बजाकर आराधना करना शुरू हो गया, वहां पर बहुत बड़ा एक आराधना का माहौल तैयार हो गया. അവർ അങ്ങനെ ആരാധിച്ച് അവിടെ നല്ല ഒരു ആരാധന ഉയരുവാൻ ഇടയായി. आराधना के बीच में परमेश्वर वहां पर उतर कर आ रहा है. ആരാധനയിൽ ദൈവം ഇറങ്ങി വന്നു. कारागृह हिलना शुरू हो गया, उसका नींव हिलना शुरू हो गया. കാരാഗൃഹത്തിന്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി. जंजीरें टूट गिरा और दरवाजा खुलना शुरू हो गया. ചങ്ങലകൾ പൊട്ടി. ആമേൻ. അവരുടെ ബന്ധനം അഴിഞ്ഞു. लेकिन जेलर के अंदर डर आ गया कि शायद इन लोग यहाँ से भाग निकल गए होंगे, सोचकर हालेलुया प्रेज़ लॉर्ड वो अपने आप को मारना शुरू कर रहा है. എന്നാൽ കാരാഗൃഹ പ്രമാണിയുടെ ഉള്ളിൽ ഒരു വലിയ ഭയം ഉണ്ടാകുവാനിടയായി. हालेलुया प्रेज़ लॉर्ड. यहाँ पर जब आराधना कर रहा है, जब परमेश्वर को महिमा दे रहा है, तब जेलर के अंदर भय आना शुरू हो रहा है. ഇവര് ജയിലിനകത്ത് ദൈവത്തെ ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തുടങ്ങിയപ്പോൾ കാരാഗൃഹ പ്രമാണിക്ക് ഭയമുണ്ടായി. हालेलुया प्रेज़ लॉर्ड. आप निराशा के बातों को बोलना छोड़ दो, बल्कि परमेश्वर ने किया हुआ उपकारों को जब हम स्मरण करते हैं, वो आराधना की ओर बदलना शुरू हो जाता है. നിരാശയുടെ വാക്കുകൾ പറയുന്നത് നിർത്തി നമ്മൾ ദൈവത്തെ ആരാധിപ്പാനായി സ്തോത്രത്തിന്റെയും നന്ദിയുടെയും ശബ്ദങ്ങൾ ഉയരട്ടെ. जो नहीं है वो बोलकर आप निराश मत हो जाओ. जो दिया गया है उसके लिए परमेश्वर को धन्यवाद करने पाए, वो हमारे अवस्थाओं को बदलने वाला परमेश्वर है. ഇല്ലാത്തതിനെ പറഞ്ഞുകൊണ്ടിരിക്കാതെ ആമേൻ ദൈവം തന്ന നന്മകൾക്ക് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നവരായി മാറട്ടെ. परमेश्वर की अनुग्रह हमारे ऊपर आ गया. हालेलुया. तो सामने चारों ओर के लोग उनके अंदर डर होना शुरू हो जाएगा. യഹോവ നമ്മളെ അനുഗ്രഹിക്കും. ആമേൻ. നമ്മുടെ ചുറ്റുമുള്ള ദേശക്കാർ ദൈവത്തെ ഭയപ്പെടും. हालेलुया. क्या वैसा हो रहा है या उल्टा हो रहा है? ध्यान देना जरूरी है. और जहां पर हम अपने आप को तैयार करना है, तैयार करने के लिए शुरू हो जाएंगे, चारों ओर के लोगों के अंदर डर पैदा होना शुरू हो जाएगा. മറ്റുള്ളവർ നമ്മളെ ഭയപ്പെടുന്നോ അതോ തിരിച്ച് നമ്മൾ മറ്റുള്ളവരെ ഭയപ്പെടുന്നോ? എന്താണ് സംഭവിക്കുന്നതെന്ന് ശോധന ചെയ്യുക. ആമേൻ. ചെയ്യേണ്ടത് ദൈവസന്നിധിയിൽ ചെയ്താൽ നിശ്ചയമായും ശത്രു നമ്മെ ഭയക്കും. हमारा एक एक निर्णय परमेश्वर अवस्थाओं को बदलने के लिए कारण हो जाएगा. നമ്മുടെ ഒരു ചെറിയ തീരുമാനം സാഹചര്യങ്ങളെ മാറ്റിമറിക്കുവാൻ ഇടയാകും. इस वचनों के द्वारा परमेश्वर हम सबको अनुग्रह और आशीषों से भरने पाए, ऐसे अवसर और अनुमति दिया. परमेश्वर के आदरणीय दासों को हृदय के गहराई से धन्यवाद देते हैं. परमेश्वर आप सबको अनुग्रह और आशीषों से भरने पाए. थैंक यू. हमें भी आपकी प्रार्थना में उठाए रखिएगा. आपका प्रार्थना हमारे लिए बहुत ही अनुग्रह का कारण है. परमेश्वर आप सबको अनुग्रह और आशीषों से भरे. गॉड ब्लेस यू ऑल. आमेन.